ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7:30 ആയപ്പോൾ എഴുന്നേറ്റു. ബെഡ്ഷീറ്റൊക്കെ ചുമ്മാ അങ്ങനെ അങ്ങ് അലക്ഷ്യമായിട്ട് വാരി വലിച്ചിട്ടു. അങ്ങനെ വന്നപ്പോൾ റൂമൊക്കെ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അടുക്കള ഒന്ന് വൃത്തിയാക്കണമെന്ന്. അങ്ങനെ ഞാൻ അടുക്കള വൃത്തിയാക്കാൻ പോവുകയാണ്. ഇതിന് കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോയും കൂടെയാണ് കേട്ടോ. സൗഭാഗ്യ വെങ്കടേഷിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ കുട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയിട്ട്, ഒരു സെലിബ്രിറ്റി ആയിട്ടും ആ കുട്ടി ഒരു ജോലി ചെയ്യാനും മടി കാണിക്കാതെ എല്ലാം ചെയ്യുന്നുണ്ട്. പശുവിനെ നോക്കുന്നു, പട്ടീനെ നോക്കുന്നു, റൂം വൃത്തിയാക്കുന്നു, തുടയ്ക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. എന്ത് രസമായിട്ട് അതൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെയൊക്കെ നമ്മളും ചെയ്യാൻ പറ്റുമല്ലോ. എത്രയോ എല്ലാവരും ജോലി, എന്നിട്ട് ആ കുട്ടി ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ മറ്റുള്ള ഡോഗ് ഷോയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ കളയുന്ന സമയങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൂടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഓഫ് കിട്ടിയപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയിട്ടോ. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നായിരുന്നു. കാരണം ആളില്ല, ഡ്യൂട്ടിയിൽ പേഷ്യൻസ് കൂടുതലാണ്. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്, പേഷ്യൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്യൂട്ടിക്ക് വരണമെന്ന് പറഞ്ഞ് ഇൻചാർജ് സിസ്റ്റർ വിളിച്ചു, ഈവനിങ് ഡ്യൂട്ടിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു കിച്ചൺ എന്തായാലും ആ ഒരു ഏരിയ, ആ ഒരു ടൈലിൻ്റെ ഏരിയയൊക്കെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഞാൻ കുക്ക് ചെയ്യുന്നതും പാത്രങ്ങളൊക്കെ ഒന്നുകൂടി കഴുകി വെച്ചു. അതിലെല്ലാം ചെയ്ത് ആ ഒരു ജനലിലൊക്കെ നമ്മളിങ്ങനെ വെക്കുക. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വെച്ച് കഴുകി, അച്ചാർ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു. സ്റ്റൗവിൻ്റെ അടിയൊക്കെ നന്നായിട്ട് നീറ്റാക്കി. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നി കേട്ടോ. വേറൊന്നുമല്ല, നമുക്കിങ്ങനെ നമ്മൾ തന്നെ നീറ്റാക്കി നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ, നമ്മുടെ കിച്ചണൊക്കെ, നമ്മൾ റൂമൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് രസം തോന്നില്ല, നല്ലൊരു രസം തോന്നില്ല. അതുപോലെ തന്നെ എനിക്കും നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഇതെല്ലാം പണി കഴിയുമ്പോൾ. പിന്നെ നമ്മൾക്ക് കൂടുതൽ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഈ ക്ലീനിങ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലീനൊക്കെ ചെയ്യുമ്പോൾ, പിന്നെ എനിക്കൊരു പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയോ വിശ്വാസപ്രമാണം ചൊല്ലുക, നന്മ നിറയെ ചൊല്ലുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് ഓർമ്മിച്ചാൽ. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ തലേന്ന് ഒരു പോപ്കോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നല്ല വെയിലുള്ള ദിവസമായിരുന്നു, അപ്പോൾ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉടുപ്പൊക്കെ ഉണക്കി പോപ്കോണൊക്കെ കഴിച്ച് ഒരു നോവലൊക്കെ വായിച്ചിരിക്കാമായിരുന്നു എന്നാണ്. പക്ഷേ അതിന് മുന്നേ ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു. ഇതാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കിച്ചൺ നോക്ക്, എത്ര സുന്ദരമാണല്ലേ.